നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മട്ടൻ പെപ്പർ ഫ്രൈ ആണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്ത് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ കണ്ടില്ലേ, മട്ടൻ റോസ്റ്റ് റെഡിയാക്കി നമുക്ക് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ നോക്കാം. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇട്ടേക്കണ്ടേന്ന്. അപ്പോൾ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് ഒരു കാരണവശാലും കരിഞ്ഞു പോകാനായിട്ട് ഇടവരില്ല. അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളൊന്ന് വറുത്തെടുക്കാൻ. കാര്യം വറുത്തെടുത്തെങ്കിലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് വറുത്ത്, കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു മട്ടൻ ഇടാൻ. കാര്യം അല്ല, ചൂടോടെ ഇടുമ്പോഴത്തേന് ആ മീറ്റിൻ്റെ ഇത് കയറി നമ്മുടെ ആ നോൺ സ്റ്റിക്കിനകത്ത് കയറി പിടിക്കുക. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇട്ടിട്ട്, അതുപോലെ തന്നെ ഒരുപാട് വെള്ളം എടുത്തൊഴിക്കലും, ഇതുപോലെ ആ ഒരു മസാല ഒന്ന് കഴുകി ഒഴിക്കാനേ പാടുള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളിയാണ്. നിങ്ങൾ കഴിവതും കൊച്ചുള്ളി ഇടാനായിട്ട് നോക്കുക. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ളൊരു ടേസ്റ്റ് വരത്തുള്ളൂ. കാര്യം പലർക്കും അങ്ങോട്ട് മടിയാണ് ഇത് തൊലിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും അങ്ങനെ എടുക്കുക. അതുപോലെ തന്നെ ഈ കോക്കനട്ട് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഇടാൻ തന്നെ നോക്കണം. എന്നാലേ നമ്മൾ ആ കഴിക്കുമ്പോൾ, ആ ഒന്ന് കടിക്കുമ്പോൾ ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് അതിന് ആ മൂത്തൊക്കെ കോക്കനട്ട് കിടക്കുന്നത്. അപ്പോൾ അത് കഴിവതും ഇടാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് സ്ലൈസായിട്ട് ലെമൺ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എനിക്കെപ്പോഴും ഈ ലെമൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭ്രാന്ത് തന്നെയാണ്. അപ്പോൾ അത് മിക്ക കറികളിലും ഞാൻ അങ്ങനെ കട്ട് ചെയ്തിടാറുണ്ട്. കാര്യം എനിക്കതെടുത്ത് വെച്ച് കടിക്കുന്ന കാര്യം ഭയങ്കര ആ ഒരു ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പല കറികളിലും ഞാൻ അങ്ങനെ ഇടാറുണ്ട്. പിന്നെ ഞാൻ ഈ ചേർക്കുന്ന സോസ് സോയാ സോസും ഒയാസ്റ്റർ സോസും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തൈരോ അല്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം അതുപോലെ നമുക്ക് ഈ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നത് വേണ്ടെന്ന് വെക്കല്ലോ, അത് ചേർത്തിട്ട് വേണം വീണ്ടും നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇത് പൊറോട്ടയോടൊക്കെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റായിരിക്കും. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. കണ്ടില്ലേ, ഈ കാണും പോലെ തന്നെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ശരി, താങ്ക് യു. അപ്പോൾ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ.